തുടരുന്നു. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ താപനില ഉയർന്നു തന്നെ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. 12 ജില്ലകളിൽ യെല്ലോ അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. ലാൽകൃഷ്ണ കൊച്ചിയിൽ നിന്നും, ദിൽഷ തിലകൻ കോഴിക്കോട് നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ആദ്യം കൊച്ചിയിലേക്കാണ്, ലാൽകൃഷ്ണയിലേക്ക് പോവുകയാണ്. ലാല്, മധ്യ കേരളത്തിൽ എങ്ങനെയാണ് പൊതുവിൽ ഒരു കാലാവസ്ഥ? പുറത്ത് ഉച്ച സമയത്തൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണല്ലോ എല്ലായിടത്തും അവസ്ഥ. തീർച്ചയായിട്ടും പുറത്തിറങ്ങാൻ ഒരു 11 മണിയോട് കൂടി തന്നെ പലയിടങ്ങളിലും പുറത്തിറങ്ങാൻ കഴിയാത്തൊരവസ്ഥ മധ്യകേരളത്തിൽ പൊതുവെയുണ്ട്. തൃശ്ശൂർ, കോട്ടയം അടക്കമുള്ള ഇടങ്ങളിൽ ചൂടിനൊരു ശമനമില്ല. എറണാകുളം ഒരു കോൺക്രീറ്റ് വനമായതുകൊണ്ട് തന്നെ അവിടെയും ചൂടിന് തീരെ കുറവില്ല എന്ന് തന്നെ പറയാം. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് വൈറ്റ്ല സിഗ്നലിലാണ്. കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ നഗരമാണ്. സാധാരണ ഇതിൽ 2 വീലർ യാത്രക്കാരെയാണ് ഈ ചൂട് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ. കാരണം കാറിലുള്ളവർക്ക് AC ഇട്ടാൽ ചെറിയൊരു ആശ്വാസമെങ്കിലും കിട്ടും. പക്ഷേ 2 വീലർ യാത്രക്കാരായിട്ടുള്ളവരുടെ അവസ്ഥ അങ്ങനെ ആയിരിക്കില്ല. ഇന്ന് 33 ഡിഗ്രിക്ക് മുകളിലാണ് എറണാകുളം നഗരത്തിലെ ചൂട്. ചേട്ടാ, നല്ല ചൂടാ. അതെ, എവിടെ വണ്ടി ഓടിച്ചു വരുന്നത്? ഞാൻ തൃപ്പൂണിത്തുറ. അവിടെ നിന്ന് ഇവിടം വരെ എത്തിയപ്പോഴത്തേക്കും ചൂട് വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചോ? നല്ലപോലെ ഉണ്ട്. അതെ അതെ. ഈ പറഞ്ഞ പോലെ വാഹനങ്ങളിൽ പോകുന്നവരെ, അതായത് കാറിലാണെങ്കിൽ പോലും ആ ചൂട് ചെറുതല്ലാത്ത രീതിയിൽ ബാധിക്കുന്നുണ്ട്. ചേട്ടാ, ചൂട് എങ്ങനെയുണ്ട്? ഭയങ്കര ചൂട്. കണ്ണൊക്കെ നീറുന്നു. ഈ എന്തെങ്കിലും പരിഹാരം ഉണ്ടാവുമോ ഇതിനൊക്കെ? എന്തെങ്കിലും നമ്മൾ വണ്ടി കൊണ്ടുപോയി ഗ്ലൗസോ കാര്യങ്ങളോ ഇട്ടാൽ? നിലവിലില്ല, അറിയാൻ പറ്റില്ല. ഭയങ്കര കൂടുതലാന്നേ. നമ്മൾ സൺസ്ക്രീൻ വെച്ചിട്ടും കാര്യമൊന്നുമില്ല, പ്രത്യേകിച്ച് ഗുണമില്ലാത്ത പോലെയാണ്. ചൂടുണ്ടോ? ചൂട് എഫക്ട് ചെയ്യുന്നുണ്ടോ? നല്ല ചൂടുണ്ട്. വണ്ടി ഓടിക്കുമ്പോൾ നന്നായിട്ട് അറിയുന്നുണ്ട്. നല്ലതായിട്ട് അറിയുന്നുണ്ട്. വണ്ടി ഓടിക്കുമ്പോൾ ഒരു കാറ്റോ സുഖം അങ്ങനെ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഒന്നുമില്ല, നല്ല ചൂട് മാത്രമേ കിട്ടൂ. വാഹനങ്ങൾ, കാറിൽ പോകുന്നവരുടെ അവസ്ഥ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കൂളിംഗ് ഒട്ടിച്ചിട്ടുണ്ട്. കൂളിംഗ് ഒട്ടിച്ചത് കൊണ്ട് എന്തെങ്കിലും ഒരു കൂള് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഈ കൂളിംഗ് ഒട്ടിച്ചുകൊണ്ട് ചൂടിന് ശമനമുണ്ടോ? ഇല്ല, ഭയങ്കര ചൂടാ. കുറവൊന്നും ഇതിന്റെ ഗുണമൊന്നുമില്ല. ഗുണമല്ല, ഇത് അത്ര ഇതില്ല കൂളിങ്ങിന്റെ. പുറത്ത് 2 വീലറിൽ പോവുകയാണെങ്കിൽ 2 വീലറിൽ പോകാറുണ്ടോ? ഉണ്ട്. 2 വീലറിലാണ് വന്നത്. രാവിലെ പാലക്കാട് നിന്ന് വന്നേ ഉള്ളൂ. കൂളിംഗ് ഒട്ടിച്ചാലും ആ ചൂടിൻ്റെതായ ഒരു ശമനം ഒന്നും കിട്ടാനുള്ള ഒരു സാധ്യത ഇല്ല എന്നുള്ളതാണ്. ചേട്ടാ, ഓട്ടോറിക്ഷ ഓടിക്കുമ്പോൾ എങ്ങനെയുണ്ട് ചൂട്? അക്രമ ചൂടാ, താങ്ങാൻ പറ്റില്ല നമുക്ക്. ഈ ചൂട് നമുക്ക് താങ്ങാൻ പറ്റില്ല. ചൂട്, ഗ്ലാസിന്റെ ചൂട് എല്ലാം കൂടി ആയിട്ട് പറ്റണില്ല. അത്ര ചൂട് അടിക്കുന്ന ഒരു പ്രതിഭാസം. അതായത് 33 ഡിഗ്രിയാണ്. കഴിഞ്ഞ തവണ 35 ഡിഗ്രി ആയിരുന്നു ഈ നഗരത്തിലെ ചൂട് നമുക്ക് അനുഭവപ്പെട്ടത്. ഇപ്പോഴും ആ ചൂടിന് കുറവൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് എല്ലാവർക്കും നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. 5 മണി വരെ, ഒരു പരമാവധി 4 മണി വരെയെങ്കിലും ആ ചൂട് നേരിട്ട് അടിക്കാതിരിക്കാനുള്ള രീതിയിൽ വേണം നമ്മൾ പുറത്തിറങ്ങാൻ എന്നുള്ളതാണ് നിലവിൽ നൽകുന്ന നിർദ്ദേശം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.